നമസ്കാരം. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് മാറിയായിട്ടുള്ളൊരു ഭാഗത്താണ് നിന്നത്. അതായത് നമ്മുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. നമ്മൾ ഇഷ്യയിലോട്ട് വരുന്നതിനെ പറ്റിയിട്ടായിരുന്നു വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ സ്റ്റേ ഒക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ ലോഡ്ജിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് ഫ്രണ്ടിലോട്ട് നടന്നു പോവുകയാണ്. ഇവിടെ മല്ലിപ്പൂവൊക്കെ വിൽക്കുന്ന കാഴ്ച കാണാം. തമിഴ്നാട്ടിൽ പിന്നെ ഇതൊരു പുതിയ സംഭവം അല്ലല്ലോ. അപ്പം സമയം രാവിലെ 7 മണിയാണെന്ന് ഞാൻ പറഞ്ഞു. കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇനിയിപ്പോൾ എന്തായാലും ഫുഡൊക്കെ മേടിച്ച് കഴിക്കണം. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ആര്യാസിൻ്റെ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ഹോട്ടലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതിനകത്തോട്ട് കയറി എന്തെങ്കിലും രാവിലെ ആഹാരത്തിന് വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണേ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഹോട്ടലിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ ഒരു വ്യൂ ആണ്. നമ്മളകത്താണ്. ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ട്. മേടിച്ചു. ഇഡ്ഡലിയും സാമ്പാറും മേടിച്ചിട്ടുണ്ട്. വാഴയിൽ പൊതിഞ്ഞ് സെറ്റായിട്ടൊക്കെയാണ് തന്നിരിക്കുന്നത്. 45 രൂപയാണ് കേട്ടോ. എത്രത്തോളം ക്വാളിറ്റിയൊക്കെ ഉണ്ടെന്ന് ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം സ്റ്റേഷനകത്ത്. അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ്. ഫ്രണ്ടിലായിട്ടൊരു സംഭവം, ഒരു ടോയ് ട്രെയിൻ മോഡൽ സാധനമൊക്കെ സെറ്റ് ചെയ്ത് ലോക്കമൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. കണ്ടില്ലയോ? അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ശബരി എക്സ്പ്രസ്സിലാണ് കേട്ടോ. ശബരി എക്സ്പ്രസ്സിൽ സ്ലീപ്പർ ക്ലാസ് ജേണിയാണ് നമ്മുടെ നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 1-ലായിരിക്കും. ഇനി കോച്ച് പൊസിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്കതൊന്ന് കയറി തപ്പണം. അപ്പോൾ അകത്തോട്ട് കയറാം കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ. രാവിലെ ആയതുകൊണ്ടാവാം തിരക്കൊഴിഞ്ഞൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കയറി വരുമ്പോൾ തന്നെ കുറച്ച് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ എൻട്രി. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ബാഗൊക്കെ ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. നമ്മുടെ ബാഗും ഇപ്പോൾ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്ത് പോയി കാത്തു നിൽക്കാം. അങ്ങനെ നമ്മുടെ ബാഗും വന്നിട്ടുണ്ട്. ഇനി ബാഗ് എടുത്തു നേരെ പ്ലാറ്റ്ഫോമിലോട്ട്. കണ്ടോ, വേ ടു പ്ലാറ്റ്ഫോം 1, 2, 3, 4, 5, 6 എല്ലാം ഈ വഴി തന്നെയാണ്. ഇവിടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശബരി തിരുവനന്തപുരം. കണ്ട പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ 7:57 വരും നമ്മുടെ ട്രെയിൻ നമ്പർ 17230 ശബരി എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. അതിൻ്റെ അടുത്തായിട്ടാണ് ഇൻഫോർമേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കോച്ച് പൊസിഷൻ നോക്കണം. S9 ആണ് കേട്ടോ നമ്മുടെ കോച്ച്, S9. അപ്പോൾ S9 വരുന്നത് 6-ലാണ്. അപ്പോൾ ഇനി നേരെ നമ്മുടെ കോച്ച് എൻജിൻ 6 ആണ് പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ. അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും പ്ലാറ്റ്ഫോമിലോട്ടോ. ഇവിടുന്ന് ഒരു അടിപൊളി സെറ്റപ്പാണ് കേട്ടോ കോയമ്പത്തൂർ ജംഗ്ഷനിൻ്റെ എൻട്രി. നമ്മൾ കയറിപ്പോകുന്നൊരു കണ്ടില്ലേ നിങ്ങൾ? ഇപ്പോൾ സമയം 7:43 ആയിട്ടുണ്ട്. 1ഉം 2ഉം ഇവിടെ ഓവർബ്രിഡ്ജ് ഉണ്ട്. ഓവർബ്രിഡ്ജ് അല്ല, സ്റ്റെയർ ഉണ്ട്. തൊട്ടപ്പുറത്ത് എസ്കലേറ്റർ ഉണ്ട്. ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളും ഉണ്ട്. 1-ലും 2-ലും പോകാൻ. നമുക്ക് തൽക്കാലം എസ്കലേറ്ററിലോട്ട് കയറാം. ഇപ്പുറത്തെ ഭാഗത്ത് നടന്ന് കയറാതെ എസ്കലേറ്റർ വഴി കയറാം. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ വന്നിട്ടുണ്ട്. നിങ്ങളിത് കണ്ടോ, ഒരു ട്രാക്കാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 ഇതും, അപ്പുറത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1A ആണ് കേട്ടോ. ഒറ്റ ഇതേ ഉള്ളൂ, ഒറ്റ ട്രാക്ക്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് കോച്ച് പൊസിഷൻ 6 ആയിരുന്നു S9 വരുന്നത്, അവിടെ പോയി നിൽക്കാം. അതേ S10 ആയിട്ടുണ്ട്. അതാണ്ടേ അങ്ങനെ S9 17230 ശബരി എക്സ്പ്രസ്. അപ്പോൾ ഇവിടാണ് നമുക്കിനി വെയിറ്റിങ്. ഇപ്പോൾ വരും ട്രെയിൻ. കുറച്ച് താമസം, ഒരു 10 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വരും. ഈ പ്ലാറ്റ്ഫോം നമ്പർ ഫസ്റ്റിൽ തന്നെ നമ്മളെ സെക്കൻഡ് ക്ലാസ് വെയിറ്റിംഗ് ഹോളൊക്കെ കണ്ടില്ലേ? ജെൻസും ലേഡീസും മിക്സഡാണ്. അകത്ത് വേസ്റ്റ് ബിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ചാർജിങ് ബോർഡ്സൊക്കെ കണ്ടില്ലേ? അപ്പുറത്തൊരു ട്രെയിൻ കിടപ്പുണ്ട് കേട്ടോ. ഒരു
അൺറിസർവ്ഡ് ആയിട്ടുള്ള റൈഡ് ഷെയറിംഗ് ഒക്കെ ഉള്ള ട്രെയിനാണ്. കോയമ്പത്തൂർ, മാംഗ്ലൂർ സെൻട്രൽ, മാംഗ്ലൂർ മഡ്ഗൗണൊക്കെ കിടക്കുന്നു. എം ആണോ കെ ആണോ എന്തായാലും ഒരെണ്ണം കിടപ്പുണ്ട്. ശതാബ്ദി ലോക്കോ. ഇപ്പുറത്തെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. അപ്പുറത്തും ഇതേ കണക്ക് വെയിറ്റിംഗ് റൂമും കാര്യങ്ങളും ഉണ്ട്. കണ്ട ഇത് നമ്മൾ കയറി വന്ന വെയിറ്റിംഗ് റൂം, സെക്കൻഡ് ക്ലാസ് തന്നെ. ഇപ്പുറത്തും ഇതേ കണക്ക് നടുക്കൊരു സംഭവം ഉണ്ട് ഇങ്ങനെ. അത് കൊള്ളാമല്ലേ, അടുത്തടുത്തായിട്ട്. ആ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ ഇവിടെ കിടന്ന്. നമ്മൾ കാണിച്ചില്ലായിരുന്നു റൈഡ് ഷെയറിംഗ് ഉള്ളൊരു ട്രെയിൻ. അപ്പുറത്തൊരു ട്രെയിൻ കിടക്കുന്നുണ്ടോ, കോയമ്പത്തൂർ മയിലാടുതുറൈ ശതാബ്ദി ട്രെയിനാട്ടോ. കൊള്ളാമല്ലേ. അങ്ങനെ നമുക്ക് നാട്ടിലേക്ക് പോകേണ്ട നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ നമ്പർ 1723 ശബരി എക്സ്പ്രസ്. സെക്കുന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന നമ്മുടെ ട്രെയിനാണ് ഇത്. സെക്കുന്ദ്രാബാദിൽ നിന്നേ ഉച്ചയ്ക്ക് 12:20 എടുക്കുന്ന ട്രെയിനാണ് ഇത്. പിറ്റേ ദിവസം രാവിലെ കോയമ്പത്തൂർ ഒരു 7:57, 8 ആകുമ്പോഴത്തേക്ക് എത്തും. ഈ ട്രെയിനിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലാണ്, S9 നമ്മുടെ യാത്ര കേട്ടോ. S9 ആണ് നമ്മുടെ കോച്ച്. സീറ്റ് നമ്പർ 22 സീറ്റ് നമ്പർ 22 നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് കൊല്ലം വരെയാണ് നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന. സ്ലീപ്പറിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 235 രൂപയാണ്. S9 എന്താണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ ചെറിയ ബ്ലോക്കാണ്. നമ്മുടെ സീറ്റ് താണ്ടേ 22 അപ്പർ ബർത്താണ് കേട്ടോ. ഇവിടെ കാണും സൈഡിൽ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, 22 മേളിൽ, 21 മിഡിൽ, 20 ലോവർ. നമുക്ക് 22 സീറ്റ് നമ്പർ. അപ്പം അപ്പർ ബർത്തിലാണ്. ബാഗ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വേണ്ട, അപ്പർ ബർത്ത്. പിന്നെ ഫോണിൻ്റെ ക്ലാരിറ്റിക്കൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ട് ഗൈസ്, അതെനിക്കറിയാം. പക്ഷെ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭാവിയിൽ നല്ല രീതിയിൽ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റാമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞില്ലേ, പ്ലാറ്റ്ഫോം നമ്പർ 1A ആണ് ഇപ്പുറത്ത്. അപ്പുറത്ത് നമ്മൾ ട്രെയിൻ കയറിയ സൈഡ് പ്ലാറ്റ്ഫോം നമ്പർ 1 ട്രെയിൻ വലിയ താമസമില്ലാതെ തന്നെ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ശബരി എക്സ്പ്രസ്സിന് പാലക്കാട് ജംഗ്ഷൻ സ്റ്റോപ്പുണ്ട് കേരളത്തിൽ. ഇനി ഇങ്ങോട്ട് കേരളം തുടങ്ങുന്നത്, കോയമ്പത്തൂർ കഴിഞ്ഞാൽ പിന്നെ കേരളമാണല്ലോ. പാലക്കാട്, പിന്നെ ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുണ്ട്, പിന്നെ വടക്കാഞ്ചേരിയിലുണ്ട്, പിന്നെ നമ്മുടെ തൃശ്ശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം വഴി പോകുന്ന ട്രെയിനാണ് ശബരി എക്സ്പ്രസ്. പിന്നെ ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി, കൊല്ലം, വർക്കല, ശിവഗിരി, തിരുവനന്തപുരം സെൻട്രലാണ് ഈ ട്രെയിനിലെ സ്റ്റോപ്പുകൾ പറയുന്നത്. അതായത് കേരളത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഞാൻ ആ പാർട്ട് 1 വീഡിയോയിൽ പറയുന്നുണ്ട് ഇതൊരു ചെറിയ സീരീസ് വീഡിയോ ആണെന്ന്. അതായത് നാട്ടിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് എങ്ങനെ ഇഷ്യയിലേക്ക് വരാം എന്നുള്ളതൊരു ട്രെയിൻ ജേണി നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തായിരുന്നു. പാർട്ട് 2 അവിടെ വന്നതിന് ശേഷം ഇഷ്യയിലുള്ള സ്റ്റേ കാര്യങ്ങൾ, അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള ലേസർ ഷോ കാര്യങ്ങളെല്ലാം ആയിട്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ. മൂന്നാമത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, തിരിച്ച് നാട്ടിലോട്ട് എങ്ങനെ പോവാം എന്നുള്ളത്. ഇതേ ശബരി എക്സ്പ്രസ് തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കോയമ്പത്തൂരോട്ട് വരാൻ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ് കേട്ടോ. അതായത് ഇഷ്യയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടാണെങ്കിലും പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇതേ ട്രെയിനിൽ ഇതേ സമയത്ത് ഇവിടുന്ന് നാട്ടിൽ പോകാൻ സാധിക്കുന്നതാണ്.
മാത്രവുമല്ല പാലക്കാട് നിന്ന് കോയമ്പത്തൂർ വരെയുള്ളൊരു ട്രെയിൻ ജേണി അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അതിൻ്റെ ഫുള്ള് കാഴ്ചകളാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലായിരുന്നു, എറണാകുളത്ത് നിന്ന് എടുക്കുന്ന ഒരു ട്രെയിൻ. ആ ട്രെയിനിലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആ ട്രെയിനിൻ്റെ ജേണിയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഗൈസ്. ഇന്നത്തെ ദിവസം ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ ട്രെയിൻ ഫുൾ ആൾക്കാരെല്ലാം ഇങ്ങനെ ന്യൂസ് വെച്ചിരിക്കുക ലൈവായിട്ട്. നമുക്കെന്തായാലും ട്രെയിൻ യാത്ര ആസ്വദിച്ച് നാട്ടിലോട്ടെത്താം. ആളല്ലോ ഇത് കണ്ടില്ലേ ഗൈസ്, ഗഡ് ബിഗിൻസ്. ഇനിയിപ്പോൾ ഗഡ്സ് തുടങ്ങാൻ പോവുകയാണ്. നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും. നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോയമ്പത്തൂർ പാലക്കാട് റൂട്ട് വാളയാർ വഴിയൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഇനി കാണാം. ഇപ്പോൾ ഇതൊരു മഴയുടെ സമയമൊക്കെ ആയി വരുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു ഭംഗിയുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. വേനൽക്കാലമായിരുന്നല്ലോ ഇപ്പോൾ കഴിഞ്ഞു പോയത്. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഉണങ്ങി വരണ്ട് കിടന്നതാണെന്ന് ഇതിന് മുന്നേ ഈ റൂട്ടിൽ യാത്ര ചെയ്തവരൊക്കെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതൊരു മഴക്കാലം, അതായത് മഴ തുടങ്ങിയതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിലും ഭംഗിയാണ് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം. അത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ ആകുമ്പോഴത്തേക്കും അടിപൊളി ഒരു റൂട്ടായിരിക്കും. നമ്മുടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ കോയമ്പത്തൂർ പാലക്കാട് യാത്ര. കാടുകളിലൂടെയും മലകളിലൂടെയൊക്കെ പതുക്കെ ഇങ്ങനെ ട്രെയിൻ പോകുന്നൊരു യാത്ര. ഇനിയിപ്പോൾ എന്തായാലും നേരെ പോയി ഫുഡ് കഴിക്കാമേ. വലിയൊരു അബദ്ധം പറ്റിയത് കണ്ടോ, ആര്യാസിൽ നിന്ന് വാഴയിലൊരു ഇഡ്ഡലി മേടിച്ചത് വെറും 2 എണ്ണേ ഉള്ളൂ, 45 രൂപ. ആവശ്യത്തിലധികം കറിയുണ്ട്, ചമ്മന്തിയും സാമ്പാറും എല്ലാം ഉണ്ട്. പക്ഷേ ഇഡ്ഡലി 2 എണ്ണേ ഉള്ളൂ. ഇനിയിപ്പോൾ ട്രെയിനിൽ നിന്ന് മേടിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ആകുന്നോ ഇല്ലയോ എന്നും അറിയത്തില്ല. വടയൊന്നുമില്ല,
45 രൂപയാണ്. പക്ഷെ 2 ഇഡലിയായി പോയി. തൽക്കാലം സാമ്പാർ ഒഴിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുക. നമ്മളെ ഫുഡ് അടിയൊക്കെ കണക്കായിരുന്നു കേട്ടോ. പിന്നെ ട്രെയിനിൽ നിന്ന് അബദ്ധത്തിൽ ഇഡലി മേടിച്ചു. പക്ഷെ എന്നിരുന്നാലും കഴിക്കാൻ എന്ന് വെച്ചാൽ നല്ല തണുത്ത ഇഡ്ഡലി ആയിരുന്നു. പിന്നെ വട കുഴപ്പമില്ലായിരുന്നു, കഴിച്ചു. ഒരുവിധം വയറ് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇതേ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ട്രെയിനല്ല അത്, ഇതേ ലോക്കോ, ഇതാ കിടക്കുന്നത്. ഇത് നമ്മുടെ ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് നമ്മുടെ പാലക്കാട് എത്തിയിട്ടുണ്ട്. അത് പഴനി വരെ പോകുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങേ അറ്റത്തായിട്ട് ഒരു ട്രെയിൻ, പഴയ ബോഗി, പഴയ നമ്മൾ കോച്ചസ്, പഴയ പാസഞ്ചർ ട്രെയിനിൻ്റെ കളർ നമുക്ക് നീല ബോഗീസ്. ഇവിടെ കാര്യമായിട്ട് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ നമ്മളെ ട്രെയിൻ കൊണ്ട് നിർത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ 2-ൽ. അങ്ങനെ കുറച്ച് നേരം നിർത്തിയിട്ടതിന് ശേഷം പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്, ശബരി എക്സ്പ്രസ്. നമ്പർ റിസൾട്ട് ആയിരിക്കും ഈ വട്ടം. ആര് ഭരിക്കും? ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അവിടെ മൊത്തം ഞാൻ പറഞ്ഞില്ലേ, ട്രെയിനിൽ മൊത്തം എല്ലാവരും ഇതാണ് പരിപാടി. BJPയിലൂടെ ഈ വട്ടം UDF കട്ടക്കിക്കാണല്ലോ ഇന്ത്യ അല്ലേ? എന്തായാലും നോക്കാം. എല്ലാവരുടെ ഫോണിലും ഇത് തന്നെ കേട്ടോ, ഇലക്ഷൻ റിസൾട്ട്, അകത്തെ യാത്രക്കാരുടെ എല്ലാം. നമുക്കെന്തായാലും നമ്മുടെ കാര്യം നോക്കാം. നല്ല തെളിഞ്ഞ കാലാവസ്ഥ. നമ്മുടെ ഈ ശബരി എക്സ്പ്രസ്സിൽ സെക്കുന്ദ്രാബാദിൽ നിന്ന് തിരുവനന്തപുരം വരെയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് സെക്കുന്ദ്രാബാദ് വരെ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാനിതുവരെ ശബരി എക്സ്പ്രസ്സിൽ ഫുൾ യാത്ര ചെയ്തിട്ടില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ കോയമ്പത്തൂർ വരെയൊക്കെ വന്നിട്ടുണ്ട്. അത് പണ്ടൊരിക്കലായിരുന്നു നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു കാലത്ത്. ഒരു വർഷത്തിൽ കൂടുതലാവും ആദ്യമായിട്ടാണ് ശബരി എക്സ്പ്രസ്സിലെ സ്ലീപ്പർ ക്ലാസ് യാത്ര. കൊള്ളാം അത്യാവശ്യം. നമ്മുടെ ശബരി എക്സ്പ്രസ്സിൽ ഞാൻ ആരാണ്ടൊക്കെ വീഡിയോസൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്, പെരിച്ചാഴി എലിയൊക്കെ ഉള്ളത് കമ്പാർട്ട്മെൻറ്റുകളിൽ. ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല, ക്ലീനായിട്ടൊക്കെ കിടന്നത്. ഇനി തിരിച്ചു വരുന്ന വണ്ടി ആയതുകൊണ്ടാണോ ഇനി അങ്ങോട്ട് പോയ വണ്ടിയിലാണോ ഇതൊക്കെ ഉണ്ടായിരുന്നതും ഒന്നും അറിയാൻ വയ്യ. പിന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കണക്കാണല്ലോ. നമ്മൾ ഒറ്റപ്പാലം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലം കോയമ്പത്തൂർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് പാലക്കാടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ അതേ ഒറ്റപ്പാലത്തേക്ക് എത്തിയിരിക്കുകയാണ് ട്രെയിൻ. ഒറ്റപ്പാലത്തൊരു ട്രെയിൻ കിടപ്പുണ്ട്.
നമ്മുടെ ട്രെയിൻ തൃശ്ശൂരായിട്ടുണ്ട് കേട്ടോ, തൃശ്ശൂർ. നമ്മുടെ വേണാട് എക്സ്പ്രസ് പോകുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഷൊർണൂർ പോകുന്ന വേണാട് എക്സ്പ്രസ് തൃശ്ശൂർ. അങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനും ബൈ ബൈ. അങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനും വന്ന് നമ്മളെ ട്രെയിൻ നിർത്തി അവിടെ നിന്ന് ആളെയും കയറ്റി ആളെ ഇറക്കി പോവുകയാണ്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് വരുന്നത് എറണാകുളം ടൗണാണ്. സൗത്തിൽ എറണാകുളം സൗത്തിൽ, അതായത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ സ്റ്റോപ്പില്ല. പിന്നെ ഞാൻ വീഡിയോ തുടങ്ങിയ ഭാഗത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ട്രെയിൻ കോട്ടയം വഴിയാണ് പോകുന്നതെന്ന്. എറണാകുളം ടൗൺ താണ്ടെ. എന്നാലും ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകൾ ഏറ്റവും കൂടുതൽ കോട്ടയം ഭാഗത്തൂടായിരിക്കും ആലപ്പുഴ ഭാഗത്തു നിന്നായിരിക്കും സർവീസ് നടത്തുന്ന. ഏറ്റവും കൂടുതൽ ട്രെയിനുള്ളത് കോട്ടയം ഭാഗത്തു നിന്നായിരിക്കും അല്ലേ. കോട്ടയം വഴി പോകുന്ന ട്രെയിനായിരിക്കും. അതോ ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകൾ കുറവാണ് അല്ലേ. എറണാകുളം ടൗണിൽ എത്തിയിട്ടുണ്ട്. വീക്കിലി ട്രെയിനാണ്. നമ്മുടെ കൊച്ചുവേളി അമൃത്സർ വണ്ടിയാണ് ഈ പോയത്. ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ രാവിലെ മഴ പെയ്തതാവാം. നമ്മളിങ്ങോട്ട് വന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു. അതായത് ഇങ്ങോട്ട് വരുന്നപ്പോൾ മഴയോ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഇത് കുറച്ച് വെള്ളമൊക്കെ അവിടെ കെട്ടി കിടക്കുന്നു എറണാകുളം ടൗണിൽ. നമ്മൾ ട്രെയിൻ ഇപ്പോൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കോട്ടയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതേ നോക്കിക്കേ, നമ്മുടെ കോട്ടയത്തിൻ്റെ പഴയ ഓർമ്മ തുരങ്കം. ഈ തുരങ്കം മിസ് ചെയ്യുന്ന എത്ര പേരുണ്ട്?
അല്ലെങ്കിൽ ഈ തുരങ്കത്തിലൂടെയുള്ള യാത്ര മിസ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ചാടിയൊക്കെ ഇറങ്ങുന്നു, ടീറ്റ് ഉൾപ്പെടെ ചാടി ഇറങ്ങുന്നു. പൂനെ കന്യാകുമാരി വണ്ടിയല്ലേ അത്? അതാ പൂത്തൊക്കെ മാളായിട്ട് പോകുന്നു. തിരുവല്ലയാണേ, തിരുവല്ല സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തിരുവല്ല സ്റ്റേഷനൊക്കെ കഴിഞ്ഞത് ചെങ്ങന്നൂർ സ്റ്റേഷനും കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ്. ഇപ്പം നമ്മുടെ ട്രെയിനിൻ്റെ കായംകുളം കഴിഞ്ഞിട്ടുണ്ട്. കായംകുളം ജംഗ്ഷൻ ഇടയ്ക്ക് സ്റ്റോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെങ്ങന്നൂർ, മാവേലിക്കര അതൊന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യമേ കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസൊക്കെ. ഒരുപാട് തവണ നമ്മൾ എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്ത് പല തരത്തിൽ പല വീഡിയോസ് ഇറക്കിയത് കൊണ്ടാണ് കുറച്ചായിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അതായത് കൊല്ലം ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ ഇറങ്ങും. നമ്മുടെ ട്രെയിൻ പിന്നെ വർക്കല, ശിവഗിരി, തിരുവനന്തപുരം സെൻട്രലാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സ്റ്റോപ്പ് ശബരിക്കുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം നിലവിലങ്ങനെയാണ്. അപ്പോൾ കൊല്ലം ജംഗ്ഷനിലേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കൊല്ലം ജംഗ്ഷൻ. സാധാരണ ശബരി എക്സ്പ്രസ് ഇതിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3ലാണ് നമ്മൾ വന്നതെന്ന് തോന്നുന്നല്ലോ. തന്നെ 3ലാണ്. എനിക്കൊന്ന് 1ൽ പ്ലാറ്റ്ഫോം നമ്പർ 1ൽ നമ്മളൊരു പാസഞ്ചർ കിടക്കും, നാഗർകോവിൽ വണ്ടി. അത് തന്നെ. അപ്പം നമ്മൾ 3ലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. പ്ലാറ്റ്ഫോം നമ്പർ 3ലും നമ്മളെത്തി. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ 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 ബൈ.